എൻ്റെ പേര് ബാഹുലേനാണ്. ധനുശ്വരം സ്വദേശിയാണ്. ദേശീയ കൈതറമാണ്. ദുഃഖമായ ഒരു വാർത്ത. മകൻ അച്ഛനെ അടിച്ചു കൊന്നു. തിരുവനന്തപുരം അമ്പൂരിയിലാണ് ഇന്നലെ സംഭവം. വിവാഹ വാർഷികത്തിൻ്റെ ഭാഗമായി മദ്യ ഇത് നടത്തിയിരുന്നു. അതിനുശേഷം ബന്ധുക്കളെല്ലാം ആ വീട്ടിലെത്തുന്നു. അതിനുശേഷം മദ്യ സംസ്കാരം നൽകി കഴിഞ്ഞതിന് ശേഷമാണ് വാക്ക് തർക്കമുണ്ടാകുന്നത്. അച്ഛനും മോനുമായിട്ട് വാക്ക് തർക്കമുണ്ടാകുന്നു. മോൻ കസേരയെടുത്ത് അച്ഛനെ അടിക്കുന്നു. അതോടെ അച്ഛൻ തറയിലേക്ക് വീഴുന്നു. അതിനുശേഷം അവിടെ നിന്ന് കാരക്കോണം മെഡിക്കൽ കോളേജിലേക്ക് അച്ഛനെ കൊണ്ടുപോകുന്നു. വഴിയിൽ വെച്ച് തന്നെ അച്ഛൻ മരിക്കുന്നു. തോമസ് മരിക്കുന്നു. ഷൈൻ തോമസിനെ വെള്ളറട പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രിയാണ് സംഭവം എന്ന് പറയാം. വിവാഹ വാർഷികത്തിന് മദ്യ സൽക്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതിനുശേഷം ബന്ധുക്കളെല്ലാം കൂടി ചെന്നാണ് ഈ തോമസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് തന്നെ തോമസ് മരിക്കുന്നുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്. അതിന് ശേഷമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു, ഈ മകന് 38 വയസ്സായതേ ഉള്ളൂ. ഷൈൻ തോമസിന് ഇപ്പോൾ വെള്ളറട പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് വരുന്നതായിട്ടും വരുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. തോമസിൻ്റെ മൃതദേഹം കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുമെന്ന് പറയാം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എന്താണ് മരണത്തിനുള്ള കാരണമെന്നും പറയാൻ സാധിക്കും. അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് നമുക്ക് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഇന്നലെ രാത്രി നാടിന് നടുക്കിയ സംഭവമാണ് തിരുവനന്തപുരം അമ്പൂരിയിൽ നടന്നതെന്ന് പറയാം. മകൻ അച്ഛനെ അടിച്ചു കൊല്ലുന്നെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയും ഇപ്പോൾ നൽകുന്നത്. അപ്പോൾ ദുഃഖമായ ഒരു സംഭവമാണ് ഇന്നലെ തിരുവനന്തപുരത്ത് അമ്പൂരിയിൽ നടന്നതെന്ന് പറയാം. മകനെ ഇപ്പോൾ വെള്ളറട പോലീസ് ചോദ്യം ചെയ്തു വരുന്നതായിട്ടും പറയുന്നുണ്ട്. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടും പറയുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലേയൻ.